ഹായ് ഗൈസ്, അപ്പോൾ ഇന്നിവിടെ വീട്ടിൽ അയല വാങ്ങിച്ചപ്പോൾ തൊട്ട് എൻ്റെ അമ്മയ്ക്ക് എന്തോ ഒരു സ്പെഷ്യൽ റെസിപ്പി ഉണ്ടാക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അമ്മ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ വീഡിയോ ഒന്ന് എടുക്കാമെന്ന്. അപ്പോൾ ആദ്യം തന്നെ നല്ല മൺചട്ടി വെക്കുക. ഈ മീൻകറിയൊക്കെ മൺചട്ടിയിൽ വയ്ക്കുന്നതിന് ഒരു വേറൊരു ടേസ്റ്റാണ്. അതിനുശേഷം കുറച്ച് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു തക്കാളി മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്നിങ്ങനെ എല്ലാ സൈഡും ഒന്ന് ചുളുങ്ങുന്ന വരെ ഒന്ന് ആക്കിയതിന് ശേഷം അതിങ്ങനെ എടുക്കുക. നല്ല പഴുത്ത തക്കാളിയാണെങ്കിൽ അത് കുറച്ചും കൂടി ഇതാണ്. അതിന് ശേഷം നല്ല ചെറിയ ഉള്ളി അതങ്ങിട്ട് കൊടുക്കുക. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി നല്ലോണം അതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും പിന്നെ പച്ചമുളക്. ഈ പച്ചമുളകൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ എരിയുടെ ഇഷ്ടമനുസരിച്ചാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ തക്കാളി ഉണ്ടല്ലോ, അതിൻ്റെ തൊലി കളഞ്ഞ് അതും കൂടെ നല്ല മൊത്തത്തിലങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ തവി വെച്ച് നല്ലോണം അങ്ങ് ഉടച്ചിങ്ങെടുക്കുക. എൻ്റെ അമ്മയാണ് ഇവിടെ ഉടച്ചത്. അതിനുശേഷം നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, സാധാ നമ്മൾ മീൻകറിക്ക് ആഡ് ചെയ്യുന്ന അതേ പൊടികൾ തന്നെ. അതിനത് പച്ചമണം മാറുന്ന വരെ ഇതാക്കിയതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യണം. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം തണുക്കാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യണം, കാരണം മിക്സിയിൽ അടിക്കാനാണ്. എന്നിട്ട് നല്ലോണം മിക്സിയിൽ നല്ല കുറച്ച് വെള്ളമൊക്കെ ആഡ് ചെയ്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അരച്ചെടുത്തതിന് ശേഷം കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് നമുക്ക് വീണ്ടും ചട്ടിയിൽ തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അതിലോട്ട് കുറച്ച് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കണം. ഉപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് പുളി പിഴിഞ്ഞ് ഒഴിക്കണം, കാരണം പുളിയും കൂടെ വേണമല്ലോ മീൻ കറിക്ക്. അപ്പോൾ കുറച്ച് പുളി. അതിന് ശേഷം അത് നല്ലോണം തിളച്ച് വരുമ്പോൾ നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അത് എന്തൊക്കെയോ രീതി തന്നെ ഇടണമെന്നാണ് എൻ്റെ അമ്മ പറയുന്നത്, കാരണം പതുക്കെ ഇടാവുന്നോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. അതിന് ശേഷം അതിലോട്ടെല്ലാം നല്ലോണം കറിയൊക്കെ ഇങ്ങനെ ഇതായതിന് ശേഷം നമ്മൾ വെയിറ്റ് ചെയ്യണം, നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ച് കടുകൊക്കെ താളിച്ചിടാം. അതൊക്കെ സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കും. അപ്പോൾ കുറച്ച് നേരം നല്ലോണം വറ്റി വരും. നല്ലൊരു ടേസ്റ്റുള്ള മീൻ കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ